കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSC വിഭാഗം 2ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ, കൊല്ലം ജില്ലയിലെ സെന്റ് ജോർജ് VHSS ചൊവ്വള്ളൂരിലെ EET വിഭാഗം അധ്യാപികയാണ്. യൂണിറ്റ് 3 സോളാർ PV സിസ്റ്റം ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വോള്യത്തിൽ സോളാർ PV സിസ്റ്റം കമ്പോണൻസിനെ പറ്റിയും ഈ PV കമ്പോണൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുമാണ് പഠിച്ചത്. ഇനി ലാസ്റ്റ് പാർട്ടായ വോള്യൂം 13 നമ്മൾ സോളാർ PV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണെന്നുമാണ് പഠിക്കുന്നത്. കൂടാതെ സോളാർ PV സിസ്റ്റം ഡിവൈസസ് ആയ സോളാർ ലാൻഡേണിനെ പറ്റിയും സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയും പഠിക്കുന്നുണ്ട്. സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോർ ഇൻസ്റ്റാളിംഗ് സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം. ഒരു സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ജനറൽ സേഫ്റ്റി, പൊതുസുരക്ഷാ നിർദ്ദേശങ്ങൾ. മോഡ്യൂളുകൾ ഉദ്ദേശിച്ച ആവശ്യത്തിനായി മാത്രം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. PV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും പ്രവർത്തിപ്പിക്കുമ്പോഴും പരിപാലിക്കുമ്പോഴും എല്ലാം പ്രാദേശിക, ദേശീയ, അന്തർദേശീയ നിയമപരമായ ചട്ടങ്ങൾ, മാർഗനിർദ്ദേശം, മാനദണ്ഡങ്ങൾ, കോഡ്, ആവശ്യകതകൾ എന്നിവ നിരീക്ഷിക്കേണ്ടതാണ്. മറ്റ് സിസ്റ്റം ഘടകങ്ങളുടെ സുരക്ഷാ വിവരങ്ങളും പാലിക്കേണ്ടതുണ്ട്. കുട്ടികളെ മോഡ്യൂളിൽ നിന്നും PV സിസ്റ്റത്തിൽ നിന്നും അകറ്റി നിർത്തുക. ഒരിക്കലും മോശം കാലാവസ്ഥയിലോ നനഞ്ഞ ഉപകരണങ്ങൾ ഉപയോഗിച്ചോ വർക്ക് ചെയ്യരുത്. കൊറോസീവ് ആയ, അതായത് നാശമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ PV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യരുത്. ഒരിക്കലും ഒറ്റയ്ക്ക് PV സിസ്റ്റത്തിൽ വർക്ക് ചെയ്യരുത്. അടിയന്തര സാഹചര്യങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ മറ്റൊരാളെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു സോളാർ പാനലിന്റെ ഡിസ്കണക്ട് സ്വിച്ച് പാനലിൽ നിന്ന് വീട് ഡിസ്കണക്ട് ചെയ്യുന്നു. എന്നാൽ സൂര്യൻ പ്രകാശിക്കുകയാണെങ്കിൽ പാനലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഷോക്കിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ സോളാർ പാനലുകൾക്ക് ചുറ്റും സുരക്ഷിതമായി ഇരിക്കാൻ ശ്രദ്ധിക്കുക. വയറിങ്ങുമായി കോണ്ടാക്റ്റ് വരുന്നതിൽ നിന്നുള്ള ഷോക്ക്, സോളാർ പാനൽ ബേൺ ചെയ്യുന്ന മൂലമുണ്ടാകുന്ന പുക, സോളാർ പാനലിലെ മഞ്ഞുവീഴ്ചയിൽ നിന്ന് മേൽക്കൂര തകരുക, സോളാർ പാനലുകളിൽ നടക്കുമ്പോഴുണ്ടാകാവുന്ന വീഴ്ച എന്നിവ വരാൻ സാധ്യമായ അപകടങ്ങളാണ്. അതിനാൽ താഴെ പറയുന്ന സേഫ്റ്റി ടിപ്സുകൾ ഫോളോ ചെയ്യേണ്ടതാണ്. സോളാർ പാനലിൽ നിന്നും കുറഞ്ഞത് 10 അടിയെങ്കിലും സുരക്ഷിതമായ അകലം പാലിക്കുക. സോളാർ പാനലുകളിൽ കൂടി നടക്കാതിരിക്കുക. വയറിങ് മുറിക്കാതിരിക്കുക. തകർന്ന പാനലുകൾ തൊടാതിരിക്കുക. അടുത്തത് ഹാൻഡിലിംഗ് സേഫ്റ്റി. കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ. മോഡ്യൂളുകൾ അൺപാക്ക് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും മോഡ്യൂളുകൾ വരണ്ടതും വായുസഞ്ചാരമുള്ളതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. 2 കൈകളാലും മോഡ്യൂളുകൾ വഹിച്ചുകൊണ്ട് പോകേണ്ടതാണ്. മോഡ്യൂൾ പിടിക്കാനോ കൈമാറാനോ ജംഗ്ഷൻ ബോക്സ് ഒരു ഹാൻഡിലായി ഉപയോഗിക്കരുത്. മോഡ്യൂളിൽ നിൽക്കുകയോ ചവിട്ടുകയോ ചെയ്യരുത്. മോഡ്യൂളുകളിൽ വസ്തുക്കൾ വീഴാൻ അനുവദിക്കരുത്. മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മോഡ്യൂളിൻ്റെ മുൻഭാഗമോ പിൻഭാഗമോ അടയാളപ്പെടുത്തരുത്. പിന്നെ മോഡ്യൂൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഫ്രെയിമിലോ ഗ്ലാസിലോ ദ്വാരങ്ങൾ ഇടുകയോ മറ്റോ ചെയ്യരുത്. മോഡ്യൂളിൻ്റെ ഉപരിതലത്തിൽ പെയിൻറ്റോ പശയോ പ്രയോഗിക്കരുത്. ലേബലിങ്ങിൻ്റെ ഒരു ഭാഗവും നീക്കം ചെയ്യരുത്. മോഡ്യൂളിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകളും വൃത്തിയുള്ളതും വരണ്ടതുമായി സൂക്ഷിക്കുക. ഉചിതമായ സംരക്ഷണ ഉപകരണങ്ങൾ ധരിക്കാതെ മോഡ്യൂളുകൾ നനഞ്ഞ കണ്ടീഷനിൽ കൈകാര്യം ചെയ്യരുത്.
മോഡ്യൂളിൻ്റെ ഏതെങ്കിലും ഭാഗം നന്നാക്കാൻ ശ്രമിക്കരുത്. തകർന്നതോ കേടായതോ ആയ മോഡ്യൂളുകൾ ഉപയോഗിക്കരുത്. അവ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും ശരിയായി വിനിയോഗിക്കുകയും വേണം. സോളാർ PV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഇനി പറയുന്നവയാണ്. സേഫ്റ്റി ഗ്ലാസസ്, സേഫ്റ്റി ഹെൽമെറ്റ്, ഇലക്ട്രിക്കൽ റബ്ബർ ഗ്ലൗസ്, ഇലക്ട്രിക്കൽ ഷോക്ക് പ്രൂഫ് റബ്ബർ ഷൂസ്, സേഫ്റ്റി ഹാർനസ് സ്യൂട്ട്. ഇൻസ്റ്റലേഷൻ സേഫ്റ്റി. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാ ഇൻസ്റ്റലേഷനും നാഷണൽ ഇലക്ട്രിക് കോഡ് അതായത് NEC അംഗീകൃതമായിരിക്കണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുട്ടികളെ അകറ്റി നിർത്തുക. ലൈവ് സർക്യൂട്ടിലെ ആകസ്മികമായ എക്സ്പോഷൻ ഒഴിവാക്കാൻ വേണ്ടി മോഡ്യൂളിൻ്റെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ നടത്തുമ്പോൾ മെറ്റൽ ആഭരണങ്ങൾ ധരിക്കരുത്. വെളിച്ചത്തിന് വിധേയമായ മോഡ്യൂളുകളുമായി പ്രവർത്തിക്കുമ്പോൾ തത്സമയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ബാധകമായ എല്ലാ ചട്ടങ്ങളും പാലിക്കുക. നല്ല കാറ്റുള്ളതും മഴയുള്ളതുമായ കണ്ടീഷനുകളിൽ മോഡ്യൂൾ കൈകാര്യം ചെയ്യുന്നതോ ഇൻസ്റ്റാൾ ചെയ്യുന്നതോ ഒഴിവാക്കുക. ഇലക്ട്രിക് ഷോക്ക് സാധ്യത കുറയ്ക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകളിൽ പ്രവർത്തിക്കുമ്പോൾ അംഗീകാരമുള്ള ഇൻസുലേറ്റഡ് ഉപകരണങ്ങളും റബ്ബർ കയ്യുറകളും എല്ലായ്പ്പോഴും ഉപയോഗിക്കുക. PV ഇലക്ട്രിക് സിസ്റ്റത്തിന് അനുയോജ്യമായ ഉപകരണങ്ങൾ, കണക്ടറുകൾ, വയറിംഗ്, സപ്പോർട്ട് ഫ്രെയിംസ് എന്നിവ ഉപയോഗിക്കുക. മേൽക്കൂര പോലുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ മോഡ്യൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉചിതമായ സുരക്ഷാ രീതികൾ പാലിച്ചും ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചും വീഴാതിരിക്കാനോ മറ്റ് അപകടങ്ങൾ ഒഴിവാക്കാനോ ജാഗ്രത പാലിക്കുക. PV മോഡ്യൂളുകൾക്ക് പവർ ഓൺ ഓഫ് സ്വിച്ച് ഇല്ല. മോഡ്യൂളുകൾ പ്രവർത്തനരഹിതമാക്കാനുള്ള ഏക മാർഗം അവ വെളിച്ചത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ മോഡ്യൂളിൻ്റെ മുൻവശത്തെ അതാര്യമായ മെറ്റീരിയൽ ഉപയോഗിച്ച് മൂടുകയോ അല്ലെങ്കിൽ മോഡ്യൂളുകൾ മിനുസമായ പരന്ന പ്രതലത്തിൽ സ്ഥാപിക്കുകയോ ചെയ്യുക എന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ടെർമിനൽസിൽ അല്ലെങ്കിൽ വയറിൻ്റെ അറ്റങ്ങളിൽ തൊടുന്നത് ഒഴിവാക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മോഡ്യൂൾ വിച്ഛേദിക്കുന്നതിന് ലോക്കിംഗ് കണക്ടർ, സുരക്ഷിത ക്ലിപ്പുകൾ എന്നിവ ഇൻസ്റ്റലേഷനിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുന്നതിനും വിച്ഛേദിക്കുന്നതിനും മുൻപ് PV അറേ മോഡ്യൂൾസ് ഏതെങ്കിലും അതാര്യമായ വസ്തുക്കൾ വെച്ച് മൂടേണ്ടതാണ്. ഇൻസ്റ്റലേഷനിൽ ഉപയോഗിക്കേണ്ട സോളാർ കേബിൾ, കണക്ടർ, ലോക്കിംഗ് ക്ലിപ്സ്, സേഫ്റ്റി ക്ലിപ്സ് എന്നിവയാണ് ചിത്രത്തിൽ കാണുന്നത്. മെയിൻ്റനൻസ് ഓഫ് സോളാർ PV സിസ്റ്റം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സോളാർ PV സിസ്റ്റത്തെ എങ്ങനെയൊക്കെ പരിപാലിക്കാം എന്നുള്ളതാണ്. മറ്റ് ഇലക്ട്രിക് സിസ്റ്റത്തെ അപേക്ഷിച്ച് സോളാർ PV സിസ്റ്റത്തിന് വളരെ കുറച്ച് മെയിൻ്റനൻസേ ആവശ്യമുള്ളൂ. PV സിസ്റ്റത്തിൻ്റെ പ്രധാന കമ്പോണൻസായ ബാറ്ററി, സോളാർ പാനലുകൾ, ചാർജ് കൺട്രോളർ, ഇൻവെർട്ടർ എന്നിവയുടെ മെയിൻ്റനൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബാറ്ററിയുടെ മെയിൻ്റനൻസ് നോക്കാം. ബാറ്ററി നമ്മൾ കൂടെ പരിശോധിക്കേണ്ടതും അതേപോലെ ബാറ്ററി വൃത്തിയായും സൂക്ഷിക്കേണ്ടതാണ്. ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ യൂണിറ്റ് 1 സെൽസ് ആൻഡ് ബാറ്ററീസിൽ പഠിച്ചതാണ്. ലെവൽ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഷുഡ് ആൾവേസ് എബവ് ദ പ്ലേറ്റ്സ്. എപ്പോഴും ഇലക്ട്രോലൈറ്റിൻ്റെ ലെവല് പ്ലേറ്റ്സ് അതായത് ഇലക്ട്രോഡ്സിന് മുകളിലായിരിക്കണമെന്ന് അല്ലേ. ഇനി രണ്ടാമത് സോളാർ പാനലിൻ്റെ മെയിൻ്റനൻസ് നോക്കാം. മോഡ്യൂളിൻ്റെ ഗ്ലാസ് ഉപരിതലം അതായത് സൺലൈറ്റ് വന്ന് എപ്പോഴും പതിക്കുന്ന ഭാഗം
ക്ലീനാക്കി വയ്ക്കുക. മോഡ്യൂളിൻ്റെ ഉപരിതലത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിള്ളലുകളോ വാട്ടർ ലീക്സോ നിറവ്യത്യാസമോ മഞ്ഞ് മൂടി കിടക്കുകയോ ആണോ എന്ന് നിരീക്ഷിക്കേണ്ടതാണ്. അറേ മൗണ്ടിംഗ് ഫ്രെയിമിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. അറേ മൗണ്ടിങ്ങിൻ്റെ ബോൾട്ട് തുരുമ്പിച്ചിട്ടുണ്ടോ, ഫ്രെയിംസും മോഡ്യൂൾസും ഉറപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായിട്ടാണോ എന്നും ചെക്ക് ചെയ്യേണ്ടതാണ്. അതേപോലെ ജംഗ്ഷൻ ബോക്സസിൻ്റെ വയറുകൾ എലിയോ പ്രാണികളോ മറ്റോ മുറിച്ചിട്ടുണ്ടോ എന്നും ഒക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. സോളാർ പാനലിൻ്റെ മെയിൻ്റനൻസ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മൂന്നാമതായി ചാർജ് കൺട്രോളറിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും വയറിങ്ങിൻ്റെയും ഒക്കെ മെയിൻ്റനൻസ് നോക്കാം. പൊടിയൊക്കെ അടിഞ്ഞു കൂടുന്നത് കുറച്ചാൽ ഈ കമ്പോണൻസ് ഒക്കെ സുരക്ഷിതമായി നിലനിർത്താൻ കഴിയും. ഉണങ്ങിയ തുണി കൊണ്ട് പൊടി അടിഞ്ഞു കൂടുന്നത് തുടച്ചാൽ മതിയാകും. എല്ലാ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് LED ലൈറ്റ്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, അതുപോലെ ഓരോ ഡിവൈസിൽ നിന്നും പോന്നതും വരുന്നതുമായ വയറുകൾ ലൂസാണോ എന്നൊക്കെ നിരീക്ഷിക്കേണ്ടതാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ സിസ്റ്റം ചാർജ് ചെയ്യുന്നുവെന്ന് ചാർജ് കൺട്രോളർ സൂചിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇൻസ്റ്റാളറിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സോളാർ PV ഡിവൈസസിനെ കുറിച്ചാണ്. സൗരോർജത്താൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് സോളാർ PV ഡിവൈസസ് എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന 2 ഡിവൈസസ് ആണ് സോളാർ ലാൻറ്റേൺ, സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്നിവ. സോളാർ ഡിവൈസായ സോളാർ ലാൻറ്റേണിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സോളാർ PV സിസ്റ്റത്തിലെ മെയിൻ കമ്പോണൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ സോളാർ ലാൻറ്റേണിൽ പ്രധാനമായും സോളാർ PV മോഡ്യൂൾ, ഒരു ചെറിയ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി, ഇലക്ട്രോണിക് കൺട്രോൾ സർക്യൂട്ട് ബോർഡ്, പിന്നെ CFLO അല്ലെങ്കിൽ LED ലാമ്പ് എന്നിവയാണുള്ളത്. ഈ മുഴുവൻ ഘടകങ്ങളും മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിച്ച അനുയോജ്യമായ കേസിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു സോളാർ ലാൻറ്റേണിൻ്റെ ഡയഗ്രം നിങ്ങൾക്ക് കാണാം. ബാറ്ററിയും ഇലക്ട്രോണിക് കൺട്രോൾ സർക്യൂട്ട് ബോർഡും കേസിനകത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു സോളാർ ലാൻറ്റേൺ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. സോളാർ PV മോഡ്യൂൾ സൺലൈറ്റ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. ബാറ്ററി ഈ ഇലക്ട്രിസിറ്റിയെ ശേഖരിച്ചു വയ്ക്കുന്നു. ഇലക്ട്രോണിക് ചാർജ് കൺട്രോളർ സർക്യൂട്ട് ചാർജിങ്ങിൻ്റെയും ഡിസ്ചാർജിങ്ങിൻ്റെയും നിരക്കിനെ നിയന്ത്രിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ CFL ലാമ്പ് അല്ലെങ്കിൽ LED അറേ ബാറ്ററിയിൽ നിന്നുള്ള പവറിനെ സ്വീകരിച്ച് വെളിച്ചം തരുന്നു. ഒരു വൈറ്റ് LED ലൈറ്റ് സോഴ്സ് സോളാർ ലാൻറ്റേൺ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ, അതായത് സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത്. വൈറ്റ് LED ആണ് ഇവിടെ കൊടുക്കുന്ന ലൈറ്റ് സോഴ്സ്. 2.5 വാട്ടിനും 5 വാട്ടിനും ഇടയ്ക്കുള്ള PV മോഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. ലെഡ് ആസിഡ് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയോ 7Ah 12 വോൾട്ട് കപ്പാസിറ്റിയുള്ള ലിഥിയം അയൺ ബാറ്ററിയോ ഉപയോഗിക്കുക. ഓപ്പൺ സർക്യൂട്ട്, ബാറ്ററി ഓവർചാർജ്, ഡീപ്പ് ഡിസ്ചാർജ്, ഓവർലോഡ്, PV മോഡ്യൂളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം, ആകസ്മിക ഷോർട്ട് സർക്യൂട്ട്, റിവേഴ്സ് പൊളാരിറ്റി എന്നിവയിൽ നിന്നുമുള്ള സംരക്ഷണ സർക്യൂട്ടും ഉൾപ്പെടുത്തുക. സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റം സോളാർ PV ഡിവൈസിന് മറ്റൊരു ഉദാഹരണമാണ്. സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ സോളാർ പാനൽ, LED ലൈറ്റ്, ചാർജ് കൺട്രോളർ, ബാറ്ററി എന്നിവ നമുക്ക് കാണാം. സോളാർ ലാൻറ്റേണിൽ ഉള്ളതുപോലെ എല്ലാ കമ്പോണൻസും സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിലും നമുക്ക് കാണാം. എന്നാൽ കൂടിയും ചില സ്പെഷ്യൽ കമ്പോണൻസ് ലൈറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമുണ്ട്.
സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പോൾ സിസ്റ്റം, സോളാർ പാനൽ, പിന്നെ പാനൽ ബ്രാക്കറ്റ്. രണ്ടാമതായി മെയിൻ്റനൻസ് ഫ്രീ ജെൽഡ് ബാറ്ററി ആൻഡ് ബാറ്ററി ബോക്സ്. മൂന്നാമതായി LED ലാമ്പ് ആൻഡ് ഹൗസിംഗ്. നാലാമതായി കണക്റ്റിംഗ് കേബിൾ, ഫിറ്റിംഗ് എക്സെട്ര. സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിൽ ഓരോ കമ്പോണൻസിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അനുയോജ്യമായ ഉയരവും വലിപ്പവും ഉള്ള പോളിൽ സോളാർ പാനലും ലാമ്പ് അസംബ്ലിയും സ്ഥാപിക്കുന്നു. ഓട്ടോമാറ്റിക് ചാർജ് കൺട്രോളർ ബാറ്ററിയുടെ ചാർജിംഗ് ഡിസ്ചാർജിംഗ് നിരക്ക് നിയന്ത്രിക്കുന്നു. ചാർജ് കൺട്രോളറിനോടൊപ്പം ലോഡ്, റിവേഴ്സ് കറണ്ട് ഫ്ലോ എന്നിവ തടയുന്നതിന് ചില സംരക്ഷണ സർക്യൂട്ടുകളും സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോൾ ഹൈറ്റ് നമ്മുടെ ആവശ്യമനുസരിച്ച് 4 മീറ്റർ മുതൽ 12 മീറ്റർ വരെ ആകാം. ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ പോളിൽ പ്ലാസ്റ്റിക് പൂശിയതാണ് പോൾ മെറ്റീരിയൽ. 9 വാട്ട് മുതൽ 100 വാട്ട് വരെയുള്ള LED നമ്മുടെ ആവശ്യമനുസരിച്ച് ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. 30 വാട്ട് മുതൽ 240 വാട്ട് വരെയുള്ള സോളാർ പാനൽ ഉപയോഗിക്കാം. ഓവർ ചാർജിങ്ങിനും ഓവർ ഡിസ്ചാർജിങ്ങിനും ഒക്കെ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചാർജ് കൺട്രോളർ ഉപയോഗിക്കാം. 38 AH 12 വോൾട്ട് മെയിൻ്റനൻസ് ഫ്രീ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിക്കുക. ഇതോടെ യൂണിറ്റ് 3 സോളാർ PV സിസ്റ്റം ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് അവസാനിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ആക്ടിവിറ്റി എന്ന് പറയാനുള്ളത്, എല്ലാവരും പ്രോജക്റ്റ് വർക്കായി സോളാർ PV ഡിവൈസസ് ആയ സോളാർ ലാന്റേണും സോളാർ സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റവും അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിൽ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാളിംഗ് ആൻഡ് അസംബ്ലിംഗ് ദ സോളാർ PV ഡിവൈസസ് എന്ന്. അതേപോലെ മറ്റൊരു ആക്ടിവിറ്റി മെയിൻ്റനൻസ് ഓഫ് സോളാർ PV സിസ്റ്റം ആണ്. എല്ലാവരും ഒരു ചാർട്ട് പേപ്പർ എടുത്ത് സോളാർ PV കമ്പോണൻസ് എഴുതി ഓരോന്നിന്റെയും ഫങ്ഷൻസും മെയിൻ്റനൻസും എഴുതുക. ഇനി പ്രീവിയസ് ഇയറിൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സോളാർ PV ഡിവൈസസും മെയിൻ്റനൻസ് ഓഫ് സോളാർ PV സിസ്റ്റവും ആണ്. അതേപോലെ പ്രിക്കോഷൻസും ചോദിക്കാം, ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസും ഒക്കെ ചോദിക്കാം. ഇനി ഈ ഭാഗമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.